ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നൊരു ലീവ് ദിവസം കിട്ടിയപ്പോൾ കുറേ നാളെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് വീഡിയോ ഇടും എന്ന് ആലോചിച്ചപ്പോഴാണ് റൂം കുറച്ച് മെസ്സി ആയിട്ട് കിടക്കുന്നത്. പിന്നെ അതങ്ങ് സെറ്റാക്കിയെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നേരെ അങ്ങ് ഫസ്റ്റ് ബെഡ് സെറ്റ് ചെയ്തിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഭംഗി കിട്ടും. അപ്പോൾ അങ്ങനെ ബെഡൊക്കെ സെറ്റ് ചെയ്തിരിക്കുമ്പോൾ എൻ്റെ ഒരു തലോണ കണ്ടു. ഞാൻ അത് വാൾമാർട്ടിൽ നിന്ന് വാങ്ങിയത്. അപ്പം നിങ്ങളും കൂടെ ഒന്ന് കാണിച്ചെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു മുക്കാൽ ഭാഗം സൈസ് ഉണ്ട്. അടിപൊളി തലോണയാണ് ആ ഡ്രസ്സൊക്കെ ഇട്ട് കിടക്കാനായിട്ട്. അപ്പോൾ ഞാനങ്ങനെ ബെഡൊക്കെ ഇങ്ങനെ സെറ്റൊക്കെ ആക്കി അത്യാവശ്യം ഒന്ന് തട്ടിക്കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഓക്കെ. ഇനി നമുക്ക് നേരെ പണിയായുധങ്ങൾ എടുക്കാൻ പോവാം. അങ്ങനെ നമ്മുടെ പണിയായുധം കിട്ടി, നമ്മുടെ ചൂലും അടിച്ചു വരെയും കിട്ടി. നമ്മൾ നേരെ വന്ന് നമ്മുടെ വേസ്റ്റ് അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം ടി വിക്കകത്ത് ഞാൻ മറ്റേ നമ്മുടെ ഈ മൂവിയുടെ പേര് ഞാൻ പറഞ്ഞൊരു മലയാളം മൂവിയാണ്. അപ്പോൾ അതും കണ്ടുകൊണ്ടൊക്കെയാണ് ഞാൻ മടക്കുന്നത്. അതിനുശേഷം ഞാൻ റൂമിലുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. അതാണ് എൻ്റെ വേസ്റ്റ് തുണി ഇടാനുള്ള, കഴുകിയ തുണിക്ക് ഇടാനുള്ള ഒരു കവറൊക്കെയാണ് എടുത്ത് പുറത്തേക്ക് വെച്ചത്. അപ്പോൾ നമുക്ക് തൂത്ത് വരാൻ എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ ഇപ്പം ഈ കാണിച്ച ബാഗാണ് എൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് തന്ന ബാഗാണ്. എല്ലാം കൊണ്ട് പുറത്തേക്ക് വെച്ച് എന്നിട്ട് നമ്മുടെ പാവക്കുട്ടന്മാരെടുത്ത് മേളിലേക്ക് വെച്ചു. അയ്യോ, അപ്പോൾ അതുതാന്ന് ഇരിക്കുന്നതൊക്കെ നമ്മൾ പിടിക്കുമ്പോൾ നല്ല രസമാണ്. പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കി പൊടിയൊക്കെ തട്ടി ഗാർബേജ് ബിൻ അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ പണിയായത് എടുത്ത് പണി തുടങ്ങാം. അങ്ങനെ നമ്മളൊരു സൈഡിൽ നിന്ന് അങ്ങ് പണി അങ്ങ് തുടങ്ങി അങ്ങ് ആ റൂം മൊത്തത്തിൽ അങ്ങ് തൂത്തു വാരി സെറ്റാക്കി വെച്ചിട്ട് നമ്മളങ്ങ് എടുത്ത സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ തിരിച്ചു വെക്കാൻ. നമ്മുടെ പാവക്കുട്ടന്മാരും വണ്ടിയും കാര്യങ്ങളൊക്കെ ഇടുന്നതുപോലെ തന്നെ വെച്ചാൽ എനിക്ക്, കാരണം അതും അവിടെ മാത്രമേ ഉള്ളൂ, ചെറിയ റൂം ആയതുകൊണ്ട് അവിടെ മാത്രമേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഒതുക്കി വെച്ച് കുറച്ച് പൊടി അവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം അങ്ങനെ അടിച്ചു വാരി സെറ്റാക്കി വെച്ച്. ഈ ചെറിയ വീടിൻ്റെ റൂമിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പണികൾ പെട്ടെന്ന് നടക്കും. കണ്ട് എത്ര പെട്ടെന്ന് തൂത്ത് വാരി കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം തീർത്ത് സെറ്റാക്കി ഞാൻ അടുത്ത പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ഈ തുണിയിടാനുള്ള സംഭവങ്ങളൊക്കെ തിരിച്ചതുപോലെ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതൊന്നും പുറത്ത് വയ്ക്കാനുള്ള സ്ഥലം നമുക്കില്ല. പുറത്ത് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഹോളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ എല്ലാ സാധനങ്ങളും എടുത്ത് റൂമിൽ കൊണ്ടുവച്ച് ലാസ്റ്റ് റൂമിലൊരു ഫ്രഷ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോബെറി ഫ്ലേവറിൻ്റെ ഒരു ക്യാൻഡിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരെ ലൈറ്റ് ചെയ്ത്, ലൈറ്റർ യൂസ് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് കുറേ കഷ്ടപ്പെട്ട് അങ്ങനെ ലൈറ്റ് ചെയ്ത് ഇപ്പോൾ ഇതാണ് റൂമിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ കുളത്തിലായിട്ടുണ്ട്. പിന്നെ ഞാൻ ബെഡിൽ വീണ്ടും കയറി കിടന്നുകൊണ്ടാണ് അതൊക്കെ വീണ്ടും ഒരു ചുളുങ്ങി കൂടിയിരിക്കുന്നത്. പിന്നെ ടേബിളിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എൻ്റെ ഫോൺ ഹോൾഡർ, വീഡിയോ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഫുൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലൈറ്റ് ഓഫ് ആക്കി നേരെ ചാടി അങ്ങ് കിടന്ന്, കാരണം പണിയെടുത്താണല്ലോ ക്ഷീണിച്ചല്ലോ, നേരെ ചാടി കിടന്ന് തൊടും ഓപ്പൺ ആക്കിയിട്ട് പുതിയ വല്ല പടം വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് കണ്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഇനി അടുത്ത വീഡിയോ എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.